ആൾ, ലോകം എല്ലാവരും സംസാരിക്കുന്ന മിന്നൽ വളയാണെങ്കിലും കലാപമാണെങ്കിലും കാടേറും കൊമ്പനാണെങ്കിലും എല്ലാം ഭദ്രം. ദാ ജേക്സ് ബിജോയ് സ്പെഷ്യൽ. Thank you, Jeji. Thank you so much for having me. എക്സാക്ട്ലി. എത്ര കാലേ നമ്മൾ I owe you a huge apology. അതറിയാലോ. അതിന്റെ കഥ പിന്നെ ഈ ഇന്റർവ്യൂവിന്റെ അവസാനം ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ ഞാൻ ഇതിനേക്കാൾ കൂടുതലായിട്ട് ഈ ലോകത്തിൽ തന്നെ തുടങ്ങട്ടെ. ഐ നോ ദാറ്റ് എവ്രിബഡി, എല്ലാവരും സംസാരിക്കുന്ന താങ്കളുടെ മ്യൂസിക്കും ലോകയുടെ സിനിമയും അതിന്റെ ആക്ഷനും ഡയറക്ഷൻ ആൻഡ് മലയാള സിനിമയിൽ കണ്ടതിൽ വെച്ചൊരു വേറിട്ട കാഴ്ച. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ഞാൻ എന്താ പറയാ, ഭയങ്കര as cliche as it may sound, എക്സാക്ട്ലി over the moon എന്നൊക്കെ പറയാലോ. കാരണം ഈ പടം കണ്ട സമയം തൊട്ട് ഈ സ്പാർക്ക് കിട്ടിയതാണ്. ഇതൊരു മലയാള സിനിമയല്ല. ദിസ് ഇസ് ഇൻ പാർ വിത്ത് എനി ഇന്റർനാഷണൽ മൂവി യു ക്യാൻ പുട്ട്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ ആ ഒരു വിഷൻ. പിന്നെ ഇതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന ഡൊമിനിക് അൽ നിമിഷ് ആക്ച്വലി കിങ് ഓഫ് ഫത്തയുടെ സമയത്ത് 2 വർഷം മുമ്പ് ഈ തോട്ട് എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ ഡൊമിനിക്കിന്റെ കൂടെ ഒരു സാധനം പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡൊമിനിക്കിന്റെ പേര് കുറെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. കാരണം നിർമ്മൽ സഹദേവൻ ഡൊമിനിക്കും നല്ല ഫ്രണ്ട്സാണ്. ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത കുമാരി എന്ന പടത്തിൽ ആക്ച്വലി ഡൊമിനിക്കാണ് എന്റെ സിനിമാറ്റോഗ്രാഫറെ സജസ്റ്റ് ചെയ്തതൊക്കെ. അതുകൂടാതെ തന്നെ ഡൊമിനിക്കിന്റെ ഫാദറും എന്റെ ഫാദറും ക്ലാസ്മേറ്റ്സ് ആണ്. അതെനിക്ക് പിന്നീട് അറിയുന്നത് പാല സെന്റ് തോമസിൽ. പുള്ളിയുടെ ഈ ഒരു തരംഗം കഴിഞ്ഞിട്ടുള്ള 8 years ഓഫ് ഹയാറ്റസ്, ആ ഒരു സ്ട്രഗിൾ ഒരു ഫിലിം മേക്കറും അവർ വീട്ടിലുള്ള പ്രശ്നം ഇറ്റ്സ് ഭയങ്കര ഒരു, കാരണം ഒരു ഫിലിം മേക്കർ പ്രൂവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ പല ഒരു ബുദ്ധിമുട്ട്. യു ഹാവ് ടു ഷോ ഇറ്റ് ദ വേൾഡ്. അതല്ലാതെ എന്താന്നുള്ള ഒരു, അത് ഡൊമിനിക്കിനെ പോലുള്ള ആൾക്ക് അതിന് പുള്ളി അതെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളായിട്ട് എനിക്ക് തോന്നുന്നത്. സോ അവന്റെ ആ ഒരു എനർജിയും ആൻഡ് ദ വിഷൻ ബിഹൈൻഡ് ദ പ്രോജക്ട്, ഐ സെഡ് ഐ ഹാവ് ടു ഗോ ഓൾ ഇൻ. അത് ഞങ്ങള് എൻ്റെ കിട്ടുന്ന ഫെസിലിറ്റീസ് എല്ലാം 2.5 months ഫസ്റ്റ് എന്നോട് ഇവർ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഞാൻ ഓൾമോസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് പിന്നെ എൻ്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസ് കിട്ടിയില്ല. ബിക്കോസ് ഐ വാസ് ബിസി വിത്ത് സംതിങ് എൽസ്. അപ്പോൾ അവർ ദേ ഹാഡ് ഗോൺ ഫോർ അനദർ കമ്പോസർ. ബട്ട് അതെന്തോ അവർക്ക് ഉദ്ദേശിച്ച രീതിയിൽ വർക്ക്ഔട്ട് ആയില്ല. ആൻഡ് ഫൈനലി കറക്റ്റ് ഗ്യാപ്പ് ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് വന്നു. അതാണ് നിമിത്തം എന്ന് പറയുന്നത്. അതെ, തുടരും കഴിഞ്ഞ് നരവേട്ട കഴിഞ്ഞ് അടുത്ത എന്താണ്, കാരണം വിലായത്തിന് കുറച്ചും കൂടെ ടൈം ഉണ്ട്. ആ ഗ്യാപ്പിൽ സ്ലോട്ട് വിളിച്ചു പോലെ ജോമനെ വിളിച്ചു, ജെക്സേ സാധനമുണ്ട് ഒന്നും ചെയ്യണം. ഞാൻ പറഞ്ഞു പടം ഒന്ന് കാണട്ടെ. കണ്ടു. ദെൻ റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. ആൻഡ് you have to give it to Nimish, Chaman, Dominic, Don Vincent, Raj sir, every technician behind it. And this is a perfect example of എങ്ങനെ ഒരു സിനിമയിൽ വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു ഡിപ്പാർട്ട്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റിനെ മൈക്രോ മാനേജ് ചെയ്തില്ല. കംപ്ലീറ്റ് ഫ്രീഡം. പ്രൊഡ്യൂസർ ഒരു കോൾ പോലും വിളിച്ചിട്ടില്ല. എന്തായിന്ന് പോലും ജോം വിളിക്കില്ല. റിലീസൊക്കെ അടുത്തുണ്ട്, അത്രേ ഉള്ളൂ. അത്ര ഫ്രീഡവും ട്രസ്റ്റും ആയിരുന്നു. അതിന്റെ ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അതാണ് ഈ സിനിമയിൽ പല ട്രാക്കുകളുണ്ട്, പല ക്യാരക്ടേഴ്സിനും ഒരുപാട്. അതായത് ഇപ്പം ഞാൻ മുഴുവൻ സ്പോയിലർ പറയുന്നില്ല, എന്നിരുന്നാലും 2 മിനിമം ഒരു വേൾഡ് ഉണ്ട്. ഒരു സൂപ്പർ ഹീറോൻ്റെ വേൾഡ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഏർബൻ വേൾഡ് ഉണ്ട്, പിന്നെ ഒരു മിത്തോളജിക്കൽ വേൾഡ് ഉണ്ട്. ഈ എല്ലാം കൂട്ടിയിണക്കി ടൈ ചെയ്ത് ഒറ്റ ഒരു ഇതിലേക്ക് എത്തിക്കാനായിട്ട് ജെയ്ക്സിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രോസസ്സ് ഉണ്ടായിരുന്നു. കാരണം 4 പേർക്ക് 4 ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ സത്യം പറയാ. മെയിൻ ഒരു ക്രൈം, ഒരു യൂത്ത്, ഒരു സൂപ്പർ ഹീറോ, പിന്നെ ഒരു ചാത്തനും വേടനും. എല്ലാം അറിയാം. ഓക്കെ, ഏറ്റവും ടഫസ്റ്റ് അതായിരുന്നു. ഇതിന്റെ സൗണ്ട് എന്താണെന്ന് ക്രാക്ക് ചെയ്യാൻ ഞാനൊരു 3 ആഴ്ച, ഒരു ഓൾമോസ്റ്റ് 1 month പടം തുടങ്ങിയിട്ടില്ല. എനിക്ക് ജൂണിലോ മെയ് എൻഡിലോ മറ്റേ കണ്ടന്റ് വന്നിട്ട് ഞാനിങ്ങനെ സ്റ്റക്കാണ്. കാരണം ഞാൻ വേറൊരു മീറ്ററിലാണല്ലോ, നരിവേട്ട എന്ന് പറയുന്നത് വേറൊരു മീറ്റർ. ലവ്ഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. തുടരും വേറൊരു മീറ്റർ. അപ്പൊ ഇതിനൊരു ചെറിയ ഹോളിവുഡും വേണം, എന്നാൽ നമ്മുടെ കൾച്ചറും വേണം. സോ ഐ വെന്റ് ബാക്ക് ടു ലിസണിങ് ടു സം ഓഫ് മൈ ഗുഡ്, എനിക്ക് എൻ്റെ ഇഷ്ടമുള്ള കുറച്ച് കമ്പോസേഴ്സ്, ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നവരുടെ കുറേ ട്രാക്സ് കേട്ടു. പിന്നെ ബേസിക്കലി പടം കാണുമ്പോൾ മനസ്സിലാവും ഈ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല ചന്ദ്ര ആരാന്നുള്ളത്. അപ്പൊ അതിനൊരു വന്യത വേണം, മലയാളത്തിന്റെ ഒരു എസൻസ് വേണം. ഇതിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് വെച്ചാൽ എനിക്ക് മലയാളം ആയിട്ട് പറയുമ്പം അതിനകത്തൊരു വേൾഡ്, ശുദ്ധമായ മലയാളം വരുമ്പോൾ ലിറിക്സിൽ ഇരിക്കാത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ വാട്ട് വി ഡിസൈഡ്, ഞാനപ്പോൾ ഹരിഭായനെ വിളിച്ചു. ഫസ്റ്റ് ടീസറിൽ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഇത് നടക്കുന്ന കുറച്ച് 1000 വർഷം മുമ്പുള്ള ഒരു കഥയാണ് അതിൻ്റെ കോർ എന്ന് പറയുന്നത്. ആ സമയത്ത് ഭാഷ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പം നരിവേട്ട ചെയ്ത സമയത്ത് അവരുടെ ട്രൈബൽ ഈ പണിയ സമുദായത്തിൻ്റെ ഒക്കെ പാട്ടുകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ലിറിക്സ് ഇപ്പം മായും 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 മണ്ണേമ കിനാട്ടിപ്പട്ടോല പുറത്തൊരു തിരിമായി, അതിൻ്റെ മീനിങ് എന്താണ്? ബട്ട് ഇറ്റ് സൗണ്ട്സ് മലയാളം, ഇറ്റ് സൗണ്ട്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഹരിനാരായണൻ നമുക്ക് അങ്ങനത്തെ ഒരു വൊക്കാബുലറി കിട്ടിയാൽ നല്ലതായിരിക്കും.
ലൈക്ക് ഇറ്റ് സൗണ്ട്സ് മലയാളം, പക്ഷെ അങ്ങനെ. അപ്പൊ പുള്ളി ഞാനൊരു ട്യൂൺ അയച്ചു കൊടുത്തു. തിരിച്ചു പോയിട്ട് ഈ എക്സിസ്റ്റിംഗ് ട്രൈബൽ വെർണാക്കുലറിൽ നിന്നെല്ലാം കൂടെ കുറെ വേർഡ്സ് എടുത്ത് പുള്ളി ഒരു ഭാഷ ഉണ്ടാക്കി. മൊഴിക ഭാഷ എന്ന് പേരിട്ടു. മൊഴിക ഭാഷയിലാണ് ആക്ച്വലി ഇതിന്റെ സൗണ്ട് ട്രാക്കും എല്ലാം പോയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന മറ്റേ പരിഞ്ചനോയിലെ വാപുയലിലെ, അതായത് ഒരു കുട്ടിയോട് അമ്മ ചോദിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ബട്ട് യു അണ്ടർസ്റ്റാൻഡ്, വാ ഇങ്ങോട്ട് വരാൻ പറയുന്നു, എന്താണ് വിഷമിക്കുന്നത് എന്നുള്ള അർത്ഥങ്ങള്. And so we were able to construct a language around it. And then I was able to ആ ഫ്ലേവർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് I was adding western orchestration, strings, percussions, that feels very western. But the core melodic structure നമ്മൾ ഈ മലയാളം അല്ലെ മൊഴിക മെയിൻറ്റെയിൻ ചെയ്തു. ഇതായിരുന്നു ഇതിന്റെ ഒരു ജസ്റ്റ് ഡിസ്കവറിംഗ് ദാറ്റ് വാസ് ദ ഫാസിനേഷൻ. അതായത് കാട് എന്ന് കേട്ടാൽ താങ്കൾ ഓണായി. അയ്യപ്പൻ കോശി, മറ്റേ എന്താ പറയാ, തുടരും, കലാപക്കാരനുണ്ട് കുറച്ച്, നരിവേട്ടിലും. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കാട് കണ്ടാൽ നമ്മൾ ഭയങ്കര ഹാപ്പി. ഞാനൊരു എന്താ പറയാ പാലാ ഈരാട്ടുപേട്ട എന്നൊക്കെ വരുന്നത് മലമ്പൂട്ടി. അതുകൊണ്ട് ആരെയോ സൂപ്പർ ഹാപ്പി. പക്ഷെ ഇതിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ താങ്കൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കൾച്ചറൽ ഐഡന്റിറ്റി, ഫോക്ലോറിന്റെ ഒരു സെൻസ് ഓഫ് ഒരു അത് താങ്കൾ കാണുന്നിട്ടുണ്ട്, ആ കൾച്ചറൽ ഐഡന്റിറ്റി ഓരോ പാട്ടിലും. അതിൽ നിന്നും ഈ പറയുന്ന മുഴുകയാണെങ്കിലും ഈ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ എന്തായത്, എവിടുന്നായിരുന്നു ആ സോഴ്സ്? ബിക്കോസ് ഫോക്ലോറിൽ കുറെ നാച്ചുറൽ സോഴ്സ് ഓഫ് ഒരുപാട് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടും. അതിൽ നിങ്ങൾ കേട്ടതും കണ്ടതും ഇത് കേൾക്കാത്തതാണ് പല ഏതോ സിനിമാ ലോകങ്ങളിൽ. ആ മെലഡി ക്രാക്ക് ചെയ്യുമ്പോൾ ഇപ്പം ആ ഒരു മെയിൻ തീമില്ലേ, ഐ വോണ്ടഡ് ടു ബി ഡിഫറെന്റ്. ഇപ്പൊ റഹ്മാൻ സാർ ഒക്കെ ഞാൻ വലിയ ഫാനാണ് റഹ്മാൻ സാറിന്റെ എല്ലാവരും. അപ്പം സാറിന്റെ അങ്ങനത്തെ ഇപ്പം ഈ ടീസേഴ്സിലൊക്കെ വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഇൻ ദ തോട്ട്, ആ കോഡ് പ്രോഗ്രഷനിലൊക്കെ ഒരു പുതുമ. സോ ഐ വാസ് തിങ്കിങ് whatever we are putting out first should connect to the core of Chandra. ചന്ദ്രയുടെ ഇമോഷൻ. ചന്ദ്ര has been there for a long time. അപ്പൊ ആ ചന്ദ്ര ഗോത്ര ഒരു ട്രോമ ആയിരിക്കണം ആൾക്കാർക്ക് ആദ്യം കിട്ടേണ്ടതെന്നുള്ളത്. she has a lot of struggles. അപ്പൊ അത് നമ്മൾ ഫോക്കിൽ നിന്ന് ബോറോ ചെയ്തു. അതിന്റെ ട്യൂൺ നമ്മൾ അതുപോലെ സിമിലർ ആയപ്പോഴും ലിറിക്സ് കറക്റ്റ് ആയിട്ട് വന്നാൽ ഇറ്റ് വിൽ സൗണ്ട് ഫോക്ക്. പക്ഷെ ഞാൻ ഐ മേഡ് ഷുവർ ദാറ്റ് ദി ഓർക്കസ്ട്രേഷൻ ഇസ് പ്യോർലി സംതിങ് ദാറ്റ് ആര് കേട്ടാലും, ലോകത്തുള്ള ആര് കേട്ടാലും ഇറ്റ് ഷുഡ് സൗണ്ട് വേൾഡ് മ്യൂസിക് ടൈപ്പ് ഓഫ് സാധനം ആയിരിക്കണം. അതൊരു ഇന്ത്യനൈസ്ഡ് ആവണ്ട. അതാണ് അതിനകത്തൊരു ആ ടീച്ചർ ഒരു ഫിനസ്, ഒരു അപ്പീൽ കൊടുക്കുന്നു. ഇതിന്റെ ഹൈ എന്ന് പറയുന്ന ഇന്റർവെൽ മൊമെന്റ് ആണ്. അത് അങ്ങ് നമ്മൾ ഒരു വേറൊരു ലോകത്തേക്ക് നമ്മളെ പറിച്ചു നടന്ന അതെങ്ങനെയായിരുന്നു? അതിന് ഈ പറഞ്ഞ ഒരു 10-15 ദിവസം എടുത്തു. ഞാൻ എപ്പോഴും ചോദിച്ചു ഏതൊരു സിനിമ എടുത്താലുണ്ടല്ലോ, വാട്ട് ഐ ഡു ഫസ്റ്റ് ഇസ് ഹൈ മൊമെന്റ്സ് ആദ്യം എടുക്കുന്നത്. ഐ ജസ്റ്റ് വർക്ക് ഓൺ ദ ഹൈ മൊമെന്റ്സ്. തീം ഉണ്ടാക്കണം, ആ തീമിലാണ് എന്റെ സ്ട്രഗിൾ. അതൊരു ഡയറക്ടറെ കൺവിൻസ് ചെയ്യണം, ഞാൻ കൺവിൻസ്ഡ് ആണ്. തീം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ മനസ്സിൽ അതൊരു പാട്ട് പോലെ എപ്പോഴും കളിക്കും. ബിക്കോസ് വെൻ ഐ ഗോ ടു സ്കോർ, ഞാൻ വിശ്വസിക്കുന്നത് ആ തീം എനിക്ക് മനപ്പാടമായിരിക്കണം. അതിന്റെ ഏത് കോമ്പിനേഷനും പെർമിറ്റേഷനും എനിക്ക് ഇടാം, എവിടെയെങ്കിലും ഇടാൻ പറ്റും. അപ്പൊ തീം ആദ്യം ഫിക്സ് ചെയ്തു. പിന്നെ കറക്റ്റ് ഹൈ മൊമെന്റ്സ്, കാരണം അതിന്റെ ഇന്റർവൽ ബ്ലോക്ക് ആണ് ഈ പടത്തിന്റെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സെക്ഷൻ. ഞാൻ പറയുന്നില്ല, ബട്ട് പീപ്പിൾ വിൽ ഗെറ്റ് ഹൈ ദർ. കാരണം അതിനകത്തൊരു മലയാളി പ്രൈഡ് ഉണ്ട്, നമ്മുടെ ഫോക്ലോർ ഉണ്ട്. ഇപ്പൊ ഐതിഹ്യമാലയിലൊക്കെ ഉള്ള കുറെ എലമെന്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഫേവറേറ്റ് ആയ ഒരു ക്യാരക്ടർ, കുട്ടിക്കാലത്ത് ഞാൻ സീരിയൽ കണ്ടോണ്ടിരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ഇതെല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് തന്നെ ഗൂസ്ബം വന്നു. അപ്പൊ അതിനെ എനിക്ക് കിട്ടുന്ന ഹൈ ഒരു തരി പോലും കുറയാതെ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിനകത്ത് അവർ കേൾക്കുന്ന പുതുമയുള്ള സൗണ്ട്സ് ആയിരിക്കണം, പക്ഷെ ഈ പഞ്ച് കുറയാൻ പാടില്ല. അത് ബൈ നൗ ഞാൻ ഈ തെലുങ്കും മലയാളത്തിലെ മാസ് പടങ്ങളൊക്കെ ചെയ്ത് ആ ഒരു പ്രോഗ്രഷൻ കൊണ്ടുവരാൻ എനിക്ക് പറ്റും. ബട്ട് the melodic layer ആണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ഈവൻ തെലുങ്ക് നമ്മുടെ സിനിമ മുഴുവൻ പറയാൻ അറിയില്ല, സരിപ്പോതെ ശനിവാരം, കറക്റ്റ്, നാനിയുടെ അതിലും ഇങ്ങനെ തന്നെയായിരുന്നു അല്ലെ ഈ ഒരു ഫോക്കിന്റെ ഒരു എലിമെന്റ്സ്? അതില് ഫോക്കിലുപരി ഇല്ല, അതില് ഞാൻ ഫോക്കിന് ശ്രദ്ധിച്ചില്ല. ഒരു ഹൈ എന്താ പറയാ, ഒരു ഹൈ ടെമ്പോയിലുള്ള. അതാണ് എന്റെ ചോദ്യം. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു നായകനെ അല്ലെങ്കിൽ നായികയെ ആദ്യം കാണിക്കുമ്പോൾ ആ തിയേറ്ററിലെ അഡ്രിനാലിൻ കൊണ്ടുവരാനായിട്ട് ഒരു മുണ്ടിന്റെ തുമ്പോ അതല്ലെങ്കിൽ ഒരു കയ്യോ ഒരു മീശയൊക്കെ അതിന് കൊണ്ടാവുന്നത് മ്യൂസിക്കാണ് എപ്പോഴും ഹൈ ലെവലിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇത് എവിടെ വരെ there is an editor who can cut it off also. എവിടെ വരെ താങ്കൾ സാധാരണ ഇതിനു വേണ്ടി പോകാറുണ്ട്? ഞാനത് എഡിറ്റർ ചമനാണേലും ശ്രീത്താണേലും ഞങ്ങൾ ഫസ്റ്റ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സ് ഒരു പടത്തിലെ എഡിറ്റേഴ്സ് ആയിരിക്കും. കാരണം അവരാണ് ഡിസൈഡ് ചെയ്യുന്ന മ്യൂസിക്കൽ ഫ്ലോ. അപ്പൊ ഞാൻ കൂടുതലും ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും റെഫറൻസ് ചെയ്യണം, എന്താണ് മൂഡ് എന്നുള്ളത്, അല്ല ഞാൻ എന്തെങ്കിലും പറയും. ഇറ്റ്സ് എ ഗിവ് ആൻഡ് ടേക്ക്. അത് മ്യൂസിക് കിട്ടി കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യും തിരിച്ച്. ശ്രീത്ത് ഞാനിപ്പം ഓൾമോസ്റ്റ്
എന്താ ഓൾമോസ്റ്റ് 20 years ആവാറായി ഞങ്ങളുടെ അസോസിയേഷൻ ശ്രീ സാറങ്. ആ. അപ്പോൾ അവൻ്റെ ഒട്ടുമിക്ക എൻ്റെ പടങ്ങളിൽ അവൻ എഡിറ്റ് ചെയ്യുമ്പം ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടാണ്. രണമായാലും ജനഗണമനായാലും ധ്രുവകൽപ്പനാറായാലും. ഇപ്പം ചമൻ റിലേറ്റീവ്ലി പുതിയതാണ്, പക്ഷേ അവനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പയ്യനാണ്. അവൻ്റെ ഭയങ്കര മ്യൂസിക് സെൻസ് ഉള്ളതാണ്. ഒന്നുമല്ല, അവൻ ജോൺസൺ മാഷിൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പം മ്യൂസിക് ബ്ലഡിലുണ്ട്. അപ്പം എഡിറ്റർക്ക് ആ ഒരു മ്യൂസിക് സെൻസ് ഉണ്ടാവേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ഹി ഡിസൈഡ്സ് what is the elevation points, how much the music director has space. എവിടെ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയും എഡിറ്റേഴ്സിനോട്, ഒരു ഭയങ്കര എലവേഷൻ നടക്കുന്ന ഒരു അതൊക്കെ ഒരു മാസ് മൊമെന്റിൽ അല്ലെങ്കിൽ ഒരു ഹൈ മ്യൂസിക് പമ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് ഒരു ഡയലോഗ് വെച്ചാൽ പോയി. കാരണം രാജേഷൻ സാർ അല്ല ഹൂവേഴ്സ് മിക്സ് വിഷ്ണു ആണെങ്കിലും ഹി ഹാസ് ടു റെഡ്യൂസ് മ്യൂസിക് താത്തി ഡയലോഗ് വെപ്പിക്കണം. അപ്പൊ ട്രൈ ടു അവോയ്ഡ് അങ്ങനത്തെ ടെക്നിക്സ് ഒക്കെ ഇപ്പൊ ഇവർക്ക് അറിയാം. അപ്പൊ ഞങ്ങള് ആ സീൻ ബിൽഡ് ചെയ്യുന്നോട്ട് എങ്ങനെയാന്നുള്ള ഒരു കൺസ്ട്രക്ഷൻ എഡിറ്ററായിട്ടിരുന്ന് വർക്ക് ചെയ്യും. ഇതില് സിനിമയിൽ സൈക്കോളജിക്കൽ എലിമെന്റ് നല്ലോണം. അപ്പൊ അതിന്റെ കൂടെ സൗണ്ട് ഡിസൈൻ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഈ ഡോണിന്റെ കൂടെ ഡോൺ വിൻസെന്റ്, ഡോൺ എനിക്ക് കുറെ നാളെ ഡോണിനെ അറിയാം. അവനൊരു മ്യൂസിക് ഡയറക്ടറാണ്, സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. മറ്റേ ചാക്കോച്ചന്റെ മൂവിയിൽ എന്നാത്ത കേസ് കൊടുക്കുന്ന പറഞ്ഞ സിനിമയില് ഡോൺ ഇതിനകത്ത് സൗണ്ട് ചെയ്തത്. ബിക്കോസ് ഈ പുള്ളി സൗണ്ട് ഡിസൈൻ കൂടിയാണ്. മാർവലസ് ജോബ്. ഇത്രയും കുറെ കാലമായിട്ട് ഞാൻ ഈ ലെവൽ ഓഫ് ഡീറ്റെയിലിംഗ് ഇൻ സൗണ്ട് ഡിസൈൻ കണ്ടിട്ടില്ല. ഐ വാസ് ബ്ലോൺ. അപ്പൊ നിങ്ങൾ കൊളാബറേഷൻ ഭയങ്കര എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ടൈം എടുത്തു ഈ സിനിമയ്ക്ക്. നോർമലി ഇത്ര ടൈം എടുക്കാറില്ല, ബട്ട് ഈ ഒരു ജോണറിന്റെ ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും. കാരണം ഇറ്റ്സ് ഈ ഒരു ഫോക്ലോറും പിന്നെ നമ്മുടെ ഹെവി ഓർക്കസ്ട്രേഷൻ എല്ലാം ഇന്റർവീൻ ചെയ്ത് വരുന്നോണ്ടേ പിന്നെ there's a strong villain, lot of cameos, ഭയങ്കര ഹെവി ലിഫ്റ്റിംഗ് ഫോർ എവ്രിബഡി. എല്ലാവർക്കും തീംസ് വേണം. അപ്പൊ കുറച്ച് ഇപ്പൊ നമ്മളിപ്പം ഒരു ഹീറോയുടെ ഒരു പടം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇതിനകത്ത് ഇഫ് യു വാച്ച് സോ മെനി പീപ്പിൾ. അപ്പൊ അങ്ങനെ ആകുമ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ടുക്ക് മച്ച് ടൈം. അപ്പം ഡോൺ വാസ് പേഷ്യന്റ്. കാരണം ഐ സെൻഡ് ദ ഫസ്റ്റ് ഹാഫ്. ഡോൺ അത് അവന്റെ സൗണ്ട് ഡിസൈൻ്റെ കൂടെ മ്യൂസിക് ഡയറക്ടറോട് സ്കില്ലും കൂടെ ഉള്ളതുകൊണ്ട് ഹി വാസ് ഏബിൾ ടു. അതൊരു ഭാഗ്യം. ഞാൻ അവിടെ ഇല്ലെങ്കിലും ഡോൺ അത് മാനേജ് ചെയ്തു. ചേട്ടാ ഇവിടെ ഇത് കുറവാണ്, ഇവിടെ ഇങ്ങോട്ട് പാൻ ചെയ്യണോ, സ്ട്രിങ്സ് ഇങ്ങോട്ട് വെക്കണോ. ഹി വാസ് വെരി. അപ്പൊ ഐ ഹാഡ് എ ബോൾ വർക്കിംഗ് വിത്ത് ഹിം ആൻഡ് ഈസ് എ ആബ്സല്യൂട്ട് ടാലന്റ്. അവൻ നല്ല സിനിമാറ്റിക്. സത്യം പറഞ്ഞ സിനിമയിൽ എല്ലാവരും ചേരുന്നു എന്ന് പറയുന്നല്ലേ. അത് നമ്മുടെ ഇവന്റെ ഭാഗ്യം. ഡൊമിനിക്കിന്റെ എല്ലാം കറക്റ്റ് ആയിട്ട്. പിന്നെ ജോമിന്റെയും ഡിക്യുന്റെയും. ഞാൻ ഡിക്യുനോട് പറയും, ഡിക്യു സെറ്റ് ചെയ്യുന്നൊരു വൈബുണ്ട്. ആ വൈബ് സെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. എനിക്ക് താങ്ക്ഫുള്ളി അങ്ങനത്തെ കൂടുതലും ഞാൻ അങ്ങനത്തെ ആൾക്കാർ ദ പ്രൊഡക്ഷൻ, ദ വൈബ് ദാറ്റ് യു സെറ്റ്, ദ ട്രസ്റ്റ് യു ഗിവ്, നമ്മളോടുള്ള ഒരു കരുതല്, അത് ധാരാളമായിട്ട് ഇവരുടെ ഡിക്കൊന്നും ഒരു പോയിന്റ് പോലും പാനിക്കോ നമ്മളെ ട്രസ്റ്റ് ചെയ്തു ജെയ്ക്സ് വിൽ ഡു ഹിസ് ജോബ് എന്ന് വിശ്വസിച്ചാണ് ഇറങ്ങുന്നത്. സോ അപ്പൊ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ പോലും ഞാൻ ട്വീക്ക് ചെയ്തോണ്ടിരിക്കും. എനിക്ക് തൃപ്തി വരില്ല. അപ്പൊ അതിങ്ങനെ ചെയ്യാറുണ്ട്, ഇതിങ്ങനെ ചെയ്യാറുണ്ട്. കേട്ടോളൂന്നല്ല, അതിലാണ് ഇപ്പൊ ഇതിൽ സിനിമയ്ക്ക് അധികം പ്രീ പ്രൊഡക്ഷൻ സമയം കിട്ടിയിട്ടാവില്ല. ബട്ട് വെൻ യു ഗെറ്റ് എ പ്രോജക്റ്റ്, ആദ്യം നമ്മളൊരു നരേഷൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില ട്രാക്സ് മനസ്സിലോ അല്ലെങ്കിൽ ചില പഴയ ട്രാക്സ് ഉണ്ടാക്കി വെക്കാനുള്ളൊരു മൂഡിലേക്ക് എത്തും. പിന്നെ സീ ദ ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഇൻറ്റ്യൂഷനായിരിക്കും, ചിലപ്പോൾ ഇത് റിയാലിറ്റി ആയിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾക്കത് മാറ്റാനായിട്ട് എത്രത്തോളം മാറ്റണം തോന്നാറുണ്ട് ഫൈനൽ കാണുമ്പോൾ? എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു ജഡ്ജ്മെന്റ് എടുക്കും പടം കഴിഞ്ഞ് കഴിയുമ്പോൾ, എന്ന് പറഞ്ഞു. പിന്നെ മിക്സിലായിരിക്കുന്നു. പിന്നെ അതാ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്കൊന്നും പോകാത്തത്. ഭയങ്കര ഇല്ല, ഞാൻ പോയില്ല. പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നല്ലാതെ കൂടെ ഇരുന്ന് മിസ്റ്റേക്സ് കണ്ടുപിടിക്കുള്ളൂ. അയ്യോ ഇവിടെ ഇങ്ങനെ ചെയ്യാനുണ്ട്, ഇവിടെ കുറച്ചുകൂടെ റണ്ണിങ് മ്യൂസിക് ആവായിരുന്നു, ഇവിടെ പൾസി ആക്കായിരുന്നു, നിങ്ങളൊക്കെ ചിന്ത. അപ്പൊ ഐ ഡോണ്ട് എൻജോയ്. ഭയങ്കര ടെക്നിക്കൽ വ്യൂയിങ് ആയി പോവാ. അപ്പൊ അതിലുപരി ഞാനിപ്പോ ചമനോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാത്രി മിക്കവാറും ഞങ്ങൾ ആലുവയിൽ പോയിട്ട് നല്ല ഓളത്തിലുള്ളത് പോയി കാണണം. ഭയങ്കര ഓളമാണെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ എല്ലാ മ്യൂസിക്കൽ കോമ്പോസിഷൻ നോക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും ഒരു ഇൻവിസിബിൾ ആയിട്ടൊരു ഫിംഗർ പ്രിന്റ് ഉണ്ടാവും അവരുടെ ക്രിയേഷനിൽ. ജെയ്ക്സിൻ്റെ മ്യൂസിക്കൽ അങ്ങനത്തെ ഉള്ള ക്രിയേറ്റീവ് ഇതിൽ ആൾക്കാർ പലരും നോട്ടീസ് ചെയ്ത് പോവാത്ത, എന്നാൽ ജെയ്ക്സ് എല്ലാ സിനിമയിലും എല്ലാ പാട്ടിലും ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യങ്ങളുണ്ടോ? ചെറിയ കാര്യങ്ങളുണ്ട്. അതിപ്പം കേൾക്കുന്നവരാണ് പറയേണ്ടത്. ഇപ്പം ഞാൻ എൻ്റെ ഔട്ട്രോസ് എപ്പോഴും കുറച്ച് മ്യൂസിക്കലാക്കാറുണ്ട്. ഐ ടേക്ക് ടൈം. പിന്നെ എനിക്ക് BGMs കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യുന്നത് ഇഷ്ടമാണ്. ഇപ്പോൾ ഐ ഡോണ്ട് ഫോക്കസ് ടു മച്ച് ഓൺ ദ ലെങ്ത്. നേരത്തെ there was a trend, ഒരു 3.5 മിനിറ്റേ ഉള്ളൂ, 3 മിനിറ്റ്. ഐ ഡോണ്ട് ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാറേ ഇല്ല. ആസ് ഫാർ as the song is engaging to me, ഞാനത് അതിൻ്റെ ഒരു ലെങ്ത്തിനെ പറ്റി ചിന്തിക്കാറില്ല. Now intros ആയതുകൊണ്ട് I want it to be quite catchy.
അത് അത് ഒരു മെലോഡിക് ഇൻട്രോ ആവാം, അല്ലെ ഒരു ടെക്സ്ചറൽ ഇൻട്രോ ആവാം, അല്ലെ ഒരു കോഡ് ഇൻട്രോ ആവാം. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതുപോലെ തന്നെ ചില സമയത്ത് ചില പാട്ടുകളിൽ പറയുന്ന സൈലൻസ്, സട്ടിലായിട്ടൊരു സൈലൻസ് വെക്കുമ്പോൾ മ്യൂസിക്കിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്, അത് താങ്കൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ? സാധാരണ ഇവിടെ ഒന്നും വേണ്ട മ്യൂസിക്, എന്നാൽ ചിലവർക്ക് ചിലപ്പോൾ അവിടെ അങ്ങനെ ഹൈ ആയിട്ട് അങ്ങനെ ഇല്ല. ഇല്ല. But At this silence-ന്റെ point, effect at this point, I feel like 100% ചേച്ചി ഒരു സിനിമയുടെ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കിപ്പോൾ ഒരു ഹൈ മൊമെന്റ് എത്താനുണ്ടെങ്കിൽ നമ്മൾ വോളിയം വൈസും അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് വൈസും ഭയങ്കര ഹെവി ആക്കിയാണ്ടല്ലോ, ദാറ്റ് ഹൈ മൊമെന്റ് വോണ്ട് ബി ഫെൽറ്റ്. You have to build the high moment. You have to keep that subtlety. You have to make it musically interesting though, but keep it subtle. Then where is the hit? അതാ ഞാനിപ്പോൾ സ്കോറിംഗ് ഇസ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ആ സ്കോറിംഗ് എന്ന് പറയുന്നത്. അതായത് യു പ്ലേഡ് ലോ, യു ഹിറ്റ് ഇറ്റ് ഹാർഡ്, യു ഹിറ്റ് ഇറ്റ് ഹാർഡ്, കം ലോ, ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ദാറ്റ്. ഒരു സീനിനകത്തും ഒരു സീൻ എടുക്കുമ്പോൾ പോലും ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഉണ്ട്, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. ആ സീനിന്റെ ബിൽഡ്, ആ സീനിന്റെ റെസൊല്യൂഷൻ, അതാണ് ഒരു റിസോൾവ് ചെയ്യുന്നതിലാണ് ഈ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഞാൻ എൻ്റെ ബോയ്സിനോട് എപ്പോഴും പറയും, ഐ എം വെരി പർട്ടിക്കുലർ അബൌട്ട് സീനിലെ മാർക്കിംഗ്. അതായത് ഒരു ഇമോഷനും അണ്ടർലൈൻ ചെയ്ത് വിടാൻ പറ്റില്ല. ദർ ഇസ് നോ റണ്ണിങ് മ്യൂസിക്, എവറിത്തിങ് ഷുഡ് ബി അണ്ടർലൈൻ. ആൻഡ് സൈലൻസ് വരേണ്ട സ്ഥലത്ത് സൈലൻസ്. ഇപ്പം മ്യൂസിക്കിന്റെ ആവശ്യമില്ല കിട്ടോ സൈലൻസ്. മലയാളത്തിൽ അതിനകത്ത് ഒരു കുഴപ്പമില്ല കേട്ടോ. കൂടുതലും മറ്റു ഭാഷകളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഐ ഫീൽ ലൈക്ക് അവർക്കൊരു പേടിയാണ് അവിടെ സൈലൻസ് പോകുമ്പോൾ ആൾക്കാർ റെസ്റ്റ്ലെസ് ആവുന്നുള്ളത്. ബട്ട് ഇവിടെ ക്രിയേറ്റേഴ്സ് ട്രസ്റ്റ് us that much, so അങ്ങനെ ഒരു ഫിയർ എനിക്ക് വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഈ സിനിമയിലുണ്ട്. എന്നാലും സാധാരണ ഇപ്പോൾ നമ്മൾ താങ്കൾക്കൊരു പ്രഷർ വരാറുണ്ടോ വെച്ചെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ട് ട്രെൻഡിങ് ആവാനായിട്ടുള്ള പാട്ടുകൾ, അതിനു മാതിരിയുള്ള പാട്ടുകൾ ഉണ്ടാക്കണം പ്രഷർ വരാറുണ്ട്? പ്രഷറൊന്നും ഇപ്പൊ എനിക്ക് എടുക്കാതിരിക്കാം, പക്ഷെ അത് ചെയ്യുന്നതുകൊണ്ട് ഗുണം ചെയ്യുകയാണെങ്കിൽ ആ പ്രഷർ എടുത്തല്ലേ വെക്കൂ. കാരണം അതൊരു വിഷ്യസ് ഡിമാൻഡ് ആണ് ചേച്ചി. അത് നമ്മുടെ തലയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ഈ പാട്ട് ഹിറ്റ് ആവണം, ഇത് ഒരു കച്ചവടം ഉണ്ട് ഇതിന്റെ പുറകിൽ, ഇതൊരു ലേബിൾ എടുത്തിട്ടുണ്ട്. പിന്നെ എന്നും ചേച്ചി ഒരു കമ്പോസറുടെ ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് സ്കോർ ചെയ്യുന്നത് ഇപ്പൊ ഒരു പ്രൊഫഷണൽ ജോലിയായി. ലൈക്ക് യു ഗിവ് മീ എനി ഫിലിം, എനി ജോണർ, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് ഇപ്പം. കാരണം ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ ഇത്രയും നാളത്തെ പരിചയം. പക്ഷെ പാട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് പല ഡിമാൻഡുകളുണ്ട്. ആ പാട്ട് ഹിറ്റ് ആവണം, വൈറാലിറ്റി വേണം, ലിറിക്സ് കറക്റ്റ് ആയിരിക്കണം. ഐ ഫീൽ ലൈക്ക് നമ്മളൊരു സോങ് ഉണ്ടാക്കിയാൽ തന്നെ ആ സോങ്ങിന്റെ റീച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്ടറും ആ ടീമും ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും. അവർക്ക് നേരത്തെ ഇത് ഇറക്കാനുള്ള ഒരു ആഗ്രഹം വേണം. ഈ പാട്ട് എങ്ങനെയും റീച്ച് ആവണം എന്നുള്ള ആഗ്രഹം അവരുടെ ഭാഗത്ത് വേണം, എന്റെ ഭാഗത്ത് മാത്രം വന്നിട്ട് കാര്യമില്ല. ഐ ക്യാൻ ആൻഡ് ദെൻ ദേ ഷുഡ് ബി വെരി സ്ട്രിക്റ്റ് വിത്ത് മീ ടു ഗെറ്റ് ദ ബെസ്റ്റ് വി വോണ്ട്. അപ്പൊ ആ ഒരു കോമ്പിനേഷനിലാണ് നല്ല പാട്ടുകൾ വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ട്രെൻഡി ആയിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ആളുടെ റിക്വയർമെന്റ്, പ്രഷറാണ്. പ്രഷറും ഉണ്ട്. അതാണ് ചേച്ചി ഈ ജോലിയുടെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട്. പക്ഷെ ഐ ഗിവൻ ദ ചാൻസ് ഐ ലൈക്ക് ടു ജസ്റ്റ് സ്കോർ ആൻഡ് ഡു സോങ്സ് ദാറ്റ് ഫിറ്റ്സ് ദ മൂവി വിത്ത് നോ പ്രഷർ. അതാണ് ഏറ്റവും സമാധാനം. ഇനിയിപ്പോ ഒരു ലോകന്മാരി അല്ലെങ്കിൽ അത് വരുമല്ലേ ചിലപ്പോൾ ഒരു കലാപക്കാരനോ അല്ലെങ്കിൽ എനിക്ക് ഈ പാട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്. പക്ഷെ അങ്ങനത്തെ ഒരു നെക്സ്റ്റ് ലെവലിൽ ഇനി ഇങ്ങനത്തെ ഒരു പാട്ട് വേണം, ചെയ്യണം. അത് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഞാൻ എന്റെ ഏറ്റവും വലിയ ഹൗ ഡു യു മേക്ക് ഹിറ്റ് സോങ്സ് ടു ദ ജനറേഷൻ എവറി ഡേ, എവറി 2 years 3 years ജെൻ സി, ജെൻ ആൽഫ, ജെൻ ആൽഫയുടെ ആൽഫ പോയിക്കൊണ്ടിരിക്കുക. വാട്ട് ഇസ് ദ ടേസ്റ്റ്, ട്രൈ ടു ലേൺ ഫ്രം ഇറ്റ്. ഇതിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഐ എം ഓൾസോ തിങ്കിങ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ബാക്കി ഇഫ് യു തിങ്ക് ലൈക്ക് കമ്പോസേഴ്സ് ഇൻ ദ വെസ്റ്റ്, ജോൺ വില്യംസ് is still doing movies at 90. Ennio Morricone till the last breath he was scoring. Why are we not able to do എന്നുള്ള ഒരു തോട്ട് ഉണ്ട് എനിക്ക്. ഐ തിങ്ക് മേ ബി ദേ ആർ ഓൺലി ഫോക്കസിങ് ഓൺ സ്കോർസ്. അവർക്ക് അത്ര പ്രഷർ ഒന്നും ഇല്ലല്ലോ. പിന്നെ അതൊരു സ്ട്രക്ചർ, ഞാൻ പറയില്ല, ഇതൊരു ടെക്നിക്കൽ പ്രൊഫഷണൽ ജോലി ആകുമ്പം ഓക്കെ സീൻ വന്നു, എന്താ ചെയ്യുക, മാർക്ക് ചെയ്യുക, എന്താ തീംസ് എന്താണ്, ഇറ്റ്സ് എ ഡെയിലി ജോബ്. ഈ പാട്ടും കൂടെ ചെയ്യുന്ന ഓർക്കുമ്പോഴാണ് ഈ ആൾക്കാർ ട്രെൻഡിനൊത്ത് കറന്റ് ജനറേഷനൊത്ത് നിന്നില്ലെങ്കിൽ യു വിൽ ബി ഔട്ട് ചെയ്ത്. പക്ഷെ ആ പറയുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ഒരു പാട്ടിന്റെ ഒരു ഭക്ഷണം കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു വീടോ അതല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ സ്കൾപ്ചറോ അങ്ങനെ വളരെ അസാധാരണമായ ഒരു സ്ഥലത്ത് നിന്ന് ഒരു മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ അതായത് സിൻസ് ഐ കം ഫ്രം എന്താ പറയാ ഭയങ്കരം ഒരു മൗണ്ടനിയസ് റേഞ്ച് അല്ലേ, ശാന്തത, ലോട്ട് ഓഫ് ട്രീസ് എവരിവെയർ. അപ്പൊ എനിക്ക് ഈ മിസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസ് അത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഐഡിയൽ സിനാറിയോയിൽ ഐ ടെൽ പീപ്പിൾ ഐ വാണ്ട് മൈ സ്റ്റുഡിയോ ടു ബി ഓൺ എ വാട്ടർ ഫ്രണ്ട്. അതെനിക്ക്
ബിക്കോസ് നമ്മൾ ഡേ ഇൻ ഡേ ഔട്ട് ജോലി ചെയ്യാണ്. സോ വെൻ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യു സ്റ്റുഡിയോ യു ഷുഡ് ബി ഏബിൾ ടു ജസ്റ്റ് ബി വൺ വിത്ത് ദ നേച്ചർ ആൻഡ് ജസ്റ്റ് റിലാക്സ്. ബിക്കോസ് അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് the amount of pressure, the amount of hard work that everybody does it, but നമ്മുടെ ഫീൽഡിനുള്ളത് ഭയങ്കര ഇറ്റ്സ് എ ടോൾ ഓൺ എവറിബഡി ഹൂസ് വർക്കിംഗ് വിത്ത് മീ. അതായത് ലാസ്റ്റ് ഇത് വരുള്ളൂ നിങ്ങളുടെ കയ്യിലേക്ക്? ലാസ്റ്റിലേ വരുള്ളൂ. ചിലപ്പോൾ ഡെഡ് ലൈൻ അടുത്ത് ഇരിക്കാം, പടം പിന്നെ ഒരു വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ ഒരു ലോങ് പ്രോസസ്. ഇപ്പോൾ 2.5 മണിക്കൂർ സ്കോർ ചെയ്ത് തീർത്ത് എല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ഐ ഹാവ് എ ടീം ഓഫ് അബൌട്ട് 15 പീപ്പിൾ. പക്ഷെ അവർക്കെല്ലാം സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് എ nice living space that or a working space that breathes with you and that's able to help you, able to inspire you. എനിക്ക് അതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഒരു ഇൻസ്പിറേഷൻ എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കണ്ട ഒരു കാഴ്ചയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? അല്ല, എനിക്ക് വാട്ടർ ബോഡീസ് ആണ്. വാട്ടർ ബോഡീസ് ആൻഡ് ദെൻ വേക്കിംഗ് അപ്പ് നല്ല കിളികളുടെ ശബ്ദത്തോടുകൂടി ഒരു സൂര്യൻ ഉദിക്കുന്നൊക്കെ കണ്ട്. പണ്ട് എന്റെ തറവാട്ടിൽ ഒരു പക്ഷിയുണ്ട്, അത് രാവിലെ കൂ 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 പറയൂട്ടോ. അത് ആരാന്ന് എവിടുന്നാ കൂക്കണേന്ന് അറിയില്ല എനിക്കിപ്പോഴും, പക്ഷെ അതിനെ കാണാറുമില്ല. പക്ഷെ ഈ ശബ്ദം എന്റെ മനസ്സിൽ എത്രയോ കാലങ്ങളായിട്ടുണ്ട്. അങ്ങനത്തെ അതാ ഞാൻ ചോദിച്ചത്, അങ്ങനത്തെ ചില മൊമെന്റ്സ് എന്ത്? എന്റെ നാട്ടില് എന്റെ വീട്ടില് ഇരട്ടുവട്ടൽ വെൻ ഐ വേക്ക് അപ്പ്, ഒന്നെങ്കിൽ അമ്മയോ അപ്പയൊക്കെ ഈ നടക്കാനൊക്കെ ഇറങ്ങുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും മുറ്റത്തെ ഈ ചൂല് കൊണ്ട് മുറ്റം അടിക്കുന്നതായിരിക്കും ആദ്യത്തെ ശബ്ദം. അതുപോലെ തന്നെ എന്താ പറയാ, ഐ ജസ്റ്റ് ലൈക്ക് ബീങ് ദ. എനിക്ക് എന്റെ മൈ ഹാർട്ട് ഇസ് ദേർ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വാഗമൺ, ഐ ലവ് വാഗമൺ. അവിടെ 20 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പ്ലേസസ് ഐ ഗ്രൂ അപ്പ് നോ. സോ since my profession is here, if given a chance I would definitely move there. And എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റുഡിയോ മറ്റേ മ്യൂസിക് ഡയറക്ടേഴ്സും ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ കൺഫൈൻ സ്പേസിൽ വർക്ക് ചെയ്യുന്നത് പക്ഷേ വലിയ ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് കേൾക്കാൻ സൗകര്യം എല്ലാവർക്കും കമ്പോസേഴ്സ് ഇപ്പോഴാണ് കുറച്ചും കൂടെ ഉള്ളത്, അല്ലാതെ നോട്ട് ദാറ്റ് ഹെവിലി പെയ്ഡ് ഒന്നും അല്ലായിരുന്നു. സോ ദേ കാൺ അഫോർഡ് ബിഗ് പ്ലേസസ്. ഇപ്പം റഹ്മാൻ സാറിന്റെ ആ സമയത്ത് തമിഴ് കമ്പോസേഴ്സിന് ആ സമയത്ത് കിട്ടുന്നൊക്കെ ഓൾമോസ്റ്റ് നൗ ആണ് ഇപ്പം നമുക്കൊക്കെ ഒരുമാതിരി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അത് കിട്ടി തുടങ്ങുന്നത്. ബട്ട് ഒരിക്കലും ആ റേഞ്ച് ഓഫ് ഒരു സ്ട്രക്ചർ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഓഫ് ലേറ്റ് മ്യൂസിക് ഇൻഡസ്ട്രി ആൻഡ് മൂവി ഇൻഡസ്ട്രി ഹസ് ചേഞ്ച്ഡ് ആൻഡ് ദെൻ ദേ ആർ അക്കോമഡേറ്റീവ്. ആൻഡ് സോ അങ്ങനെയൊക്കെ ഒരു ലിവിംഗ് സ്പേസ് ഉണ്ടെങ്കിലാണ്, അല്ലെ ഒരു വർക്ക് സ്പേസ് ഉണ്ടെങ്കിലാണ്, the bigger the space, the more you are able to hire people and the more collaborative. There is a vibe that creates, you know, you can do so many things. ഒരു സമയത്തുണ്ടല്ലോ, ചില സമയത്ത് സിനിമകൾ വർക്ക് ചെയ്തില്ല, എന്നാൽ താങ്കളുടെ എല്ലാം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവണം. അപ്പം അതിലൊരു ഹൈ ആൻഡ് ലോ ഉണ്ടാവും ജീവിതത്തിൽ. കരിയറിനുണ്ടായിട്ടാവില്ല, പക്ഷെ അവനവൻ്റെ മനസ്സിൽ നത്തിങ് ഈസ് നോട്ട് വർക്കിംഗ്. അങ്ങനെ പറഞ്ഞ സമയങ്ങളിൽ ഏറ്റവും ദൃഢമായിട്ട് മനസ്സിനെ കൊണ്ടു നടന്ന ശക്തി എന്തായിരുന്നു? I always believe you just have to keep going, you know, and I believe one thing that ഞാൻ എഴുതി വെക്കാറുണ്ട്, it will all be fine, it will all work out എന്നുള്ളൊരു. അതിൽ ഓൾവേസ് ഞാൻ തകർന്ന് വീണ നിമിഷങ്ങളുണ്ട് എൻ്റെ കരിയറിൽ ആൻഡ് പേഴ്സണൽ ലൈഫിലും. ആൻഡ് ദെൻ ബട്ട് ഐ ജസ്റ്റ് ഗെറ്റ് അപ്പ് ആൻഡ് മൂവ് ആൻഡ് സ്റ്റാർട്ട് വർക്കിംഗ് അഗൈൻ. അതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആൻഡ് ദെൻ ഐ യൂസ് ടു ഓൾവേസ് സംടൈംസ് ഞാൻ തുടങ്ങുന്ന സമയത്ത് ഈ പെർഫെക്ഷൻ ഇതാണോ, ഐ വോണ്ട് ടു ബി ദ ബെസ്റ്റ് പോസിബിൾ വേർഷൻ ഓഫ് മീ ഔട്ട് ദെയർ, ബെസ്റ്റ് പോസിബിൾ പ്രോഡക്റ്റ് പോകണം, ആർക്കൊന്നും പറയാൻ ഉണ്ടാവരുത്. അത് വിട്ടു, അതൊക്കെ വിട്ടിട്ട് ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, എൻജോയ് വാട്ട് യു ഡൂയിങ്, ബിക്കോസ് ദിസ് ഈസ് എ ബോണസ്. ഐ ബിലീവ് ദാറ്റ് എവറി ഡേ ഇസ് എ ബോണസ്. ആൻഡ് അതായത് ഇപ്പം ഡാർക്കായിട്ട് പറയാനല്ല, ബട്ട് ഇഫ് യു ഒരാഴ്ച ഒരു ആശുപത്രി നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഹൗ വൾണറബിൾ വി ആർ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളപ്പം എവറിത്തിങ് ഇസ് എ ബോണസ്. ഇല്ല, ഇറ്റ്സ് നമ്മളത് മനസ്സിലാക്കുന്നില്ല. വി ആർ ഇൻ ദിസ് ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ഓഫ് ദ മൊമെന്റിലായിരിക്കാം. ബട്ട് ഇറ്റ് ഓൾ ടേക്സ് one week in a hospital to realize how vulnerable we are. So this is bonus, gold mine ആണ്. So I said this is a amazing gift that we've got. Appo I just see, okay, padam work aayitilla, I'll be sad. Sad for the team, sad for the movie. Next movie. പക്ഷെ ഈ കൊല്ലം ജേക്സ് കൊല്ലമാണല്ലോ. അതായത് നൈസ്, ഐ എം സോ ഹാപ്പി ദാറ്റ് ഈ എന്താ പറയാ ഓഫീസർ ആണെങ്കിലും തുടരും. വാട്ട് വാസ് ദാറ്റ് ഒരു അൾട്ടിമേറ്റ് ഹൈ മൊമെന്റ് എന്തായിരുന്നു? തുടരും വാസ് കരിയറിലെ ഒരു ബിഗ്ഗസ്റ്റ് ഹൈ മൊമെന്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ടു വർക്ക് വിത്ത് ലാലേട്ടൻ ആൻഡ് ആൾക്കാർ അതിന് തന്ന സ്നേഹം ആൻഡ് ആ പാട്ടുകൾ കിട്ടിയ റിസപ്ഷൻ. ഇപ്പം എന്തൊരു ചേലാണ്, അല്ലെങ്കിൽ നമ്മുടെ കാടേറും മുമ്പ ആൻഡ് പേമാരി, ഓരോ പാട്ടും ട്രെൻഡിങ് ആണ്. അപ്പം നാട്ടിൽ
വെൻ ഐ ഗോ ബാക്ക് ഹോം ആൾക്കാരെന്നെ കണ്ടിട്ട് ആ ഒരു അവർ തരുന്നൊരു കരുതൽ എനിക്ക് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല 10 years. ഐ ഓൾവേസ് വർക്ക്, പക്ഷെ അങ്ങനെ ഒരു പീപ്പിൾ ഹാവ് നോട്ട് റെക്കഗ്നൈസ്ഡ് മൈ വർക്ക് ആൻഡ് അപ്പം അത് കിട്ടുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ആൻഡ് ഐ തിങ്ക് it's like an added responsibility. Like I have to keep this going and just deliver the best. മിന്നൽ വളയോ ഈ സിദ് ശ്രീറാമിനെ കൊണ്ടുവരാനുള്ള തോട്ട് പ്രോസസ് എന്തായിരുന്നു? സിഡ്നിനെ കൊണ്ടുവരാൻ കാരണം ഇത് പുളുങ്ങുന്നിൽ നടക്കുന്ന ഒരു കഥ. And everybody, we had other options. ഞാൻ പറഞ്ഞ ഒരു ഉൾട്ട ഓപ്ഷൻ പിടിക്കാം. And Sid also, we're good friends. And പുള്ളി എപ്പോഴും വരുമ്പം always welcome to do stuff with me. എന്ത് കൊടുത്താലും ഇന്ന് വരെ പുള്ളി പാടായിരുന്നിട്ടില്ല. And all the songs we worked like chart busters. ഇത് പെട്ടെന്നൊരു വെൽക്കം ബ്രീസ് ആയിരുന്നു മിന്നൽ വള. അതിന്റെ തുടരുമിന്റെ ഒരു റിയഷുറൻസ് അത് കേട്ടോ. കാരണം തുടരുമില് കൺമണിപ്പോയി വർക്ക് ആയപ്പോൾ എനിക്ക് കിട്ടിയ റിയഷുറൻസ് ആൾക്കാർ ഇപ്പോഴും നൊസ്റ്റാൾജിക് നല്ല സിമ്പിൾ സോങ്സിന് ദേ വാണ്ട് ഇറ്റ്. നമ്മളെല്ലാം പുതുമ കണ്ടുപിടിക്കാനുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. അപ്പം ദിസ് ഇസ് ലിറ്റിൽ മോർ ഈസിയർ ഫോർ മീ ടു ഡു. അപ്പം മിന്നൽ എനിക്ക് വലിയ ടൈമൊന്നും എടുത്തില്ല. ഹുക്കിലോട്ട് എത്താൻ എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് പറ്റും. പക്ഷെ അതിനകത്ത് ട്രൂ മാജിക് വന്നത് കൈതപ്രൻ സാറിന്റെ ആ വരവിലൂടെയാണ്. ട്രൂ മാജിക് ബിക്കോസ് ദാറ്റ്സ് ഗുഡ് ട്യൂൺ. ബട്ട് ആ വരികൾ വന്നപ്പം ഇറ്റ് took us to the next level. ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ഒരുപാട് നമ്മൾ ഈ രണ്ടാമത് കാണാതെ പഠിച്ച് പാടുന്ന ചില പാട്ടുകളുടെ ഇടയിലായി പോയത് നന്നായിരുന്നു. അതാണ് ഈ കറക്റ്റ് വോയിസ് എങ്ങനെ ഇപ്പൊ ശ്രീറാം ഉൾട്ട പിടിച്ചു തോന്നുന്നു. ഇടയ്ക്ക് താങ്കൾ ഒരു ചെറിയ സാധനത്തിന് ശ്രേയ ഘോഷാലിനെ കൊണ്ടുവരും. ഇതിനകത്ത് സിത്താരയായിരുന്നു. സിത്താര എന്റെ അടുത്ത് ഇന്ന് എന്നെ പ്ലെയിനിൽ ഒരാൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു എന്നെ അന്വേഷിച്ചായി പറയൂന്ന് പറഞ്ഞു. താങ്കൾ ഒരു സിനിമയിൽ പാടി ഈ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ പാടിപ്പിച്ചിട്ടുണ്ട്. ഹലോ മമ്മി. ചേച്ചി ഹായ്. അപ്പോ അസലൊരു പാട്ട് അരുമക്കിളി. ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് ചേച്ചിനെ വരെ കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവിടെ റെക്കോർഡിംഗ് ആയിരുന്നു. കേട്ടല്ലോ, വെറുതെ പറയട്ടോ, ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ചേച്ചി ഈസ് ഓൾവേസ് സപ്പോർട്ടീവ് കേട്ടോ. എന്റെ നല്ലൊരു വർക്ക് കിട്ടിയ ചേച്ചി എന്നെ വിളിക്കും. എസ്പെഷ്യലി കേശവ് പാടിയ പുറഞ്ചു മരത്തിൽ നീലമാലാഖ എന്ന പാട്ട്. ഷീ ലവ്സ് ദാറ്റ് സോങ്. ഞാനെന്ന് വെച്ചാൽ ഈ സിഡിന്റെ പാട്ടിൽ സിഡ് വാസ് ഇറ്റ് വാസ് സപ്പോസ് ടു ബി മെന്റ് ടു ബി എ സോളോ. പക്ഷെ ഐ ബിലീവ് ഇൻ ഈ റിപ്പീറ്റ് ലിസണിങ്ങിന് വേണ്ടി കുറച്ച് ഇയർ ക്യാൻഡീസ് ഇട്ട് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അനുപല്ലവിയിൽ ഇങ്ങനെ സിത്താര വരികയാണെങ്കിൽ ഐ ഫീൽ ലൈക്ക് പീപ്പിൾ they'll go back and listen to it just for സിത്താര maybe. അപ്പൊ ആ ഒരു നാമല്ലോ എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ പല കോൺട്രവേഴ്സി ആയിരിക്കും. അത് ലാവല്ലോ ആണോ നാമല്ലോ ആണോ. അപ്പം സിത്താര വരുമ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് will add that value and people will go back to listen to her. Our song will have a repeatability. That's why I wanted to choose her. And idinathu these two are fantabulous singers. I feel it's also like I wanted them as artists to like know each other or collaborate. Because I think more film music is more turning out to be about independent artists and or collaboration ennulla reethilottu maaru. I want to think it like that. Like I'm an artist, I'm trying to collaborate with the rest of the people. ഞാൻ നേരെ വീട്ടിൽ തിരിച്ചു കൊണ്ടുപോവാണേ. ഒരു വീട്ടില് താങ്കൾ ഒരു പുതിയ വീട് മേടിച്ചു അല്ലെങ്കിൽ വീട് ഉണ്ടാക്കി. ഓക്കെ, താങ്കൾ പിയാനോയും കൊണ്ട് ചെന്നാൽ ആ വീടിന്റെ ഏത് ഭാഗത്തായിരിക്കും പിയാനോ വയ്ക്കുക? മിക്കവാറും സിറ്റിംഗ് റൂമിന്റെ അവിടെ ആയിരിക്കാം. അല്ലെങ്കിൽ ഐഡിയലി ഒരു സ്റ്റുഡിയോ മുറി ഉണ്ടായിരിക്കാം. ബട്ട് ഐ വുഡ് പ്രിഫർ ഇൻ സിറ്റിംഗ് റൂം. കാരണം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. എന്റെ മോൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. അവള് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ പറ്റും. പറഞ്ഞു എനിക്ക് നല്ലൊരു വ്യൂ വേണം എന്ന് പറഞ്ഞു. എന്നാൽ ഇതുവരെ കാണാത്തൊരു വ്യൂ വീട്ടിൽ നിന്നും തുറന്നുണ്ടാവണമെങ്കിൽ എന്താണോ? എനിക്ക് എന്തെങ്കിലും ഒരു പച്ചപ്പ് അല്ല, ഒരു വാട്ടർ ബോഡിയോ അല്ലെങ്കിൽ ഒരു നല്ല മിസ്റ്റി മൗണ്ടൈനസ്. ഞാൻ പറഞ്ഞു വാഗമൺ, കുട്ടനാട് അല്ലെങ്കിൽ ഇവിടുത്തെ പനങ്ങാട്. ഓപ്പണിംഗ് ഷോട്ട് ഓർമ്മ. അത് എനിക്ക് വീടുണ്ടല്ലോ ഓൾറെഡി. ഒരു നാട്ടിൻപുറത്തെ ഒരു വീടുണ്ട്. ബട്ട് എനിക്ക് ഇനിയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇങ്ങനെ ഇതാണ്, ഹിൽ സ്റ്റേഷൻ. താങ്കളുടെ എല്ലാ പാട്ടുകളും തന്നെ ഒരു ക്യാൻവാസിലെ പല കളറുകളാണെന്ന് വിചാരിക്കും. എന്നാൽ ഏത് സിനിമയുടെ സ്കോർ ആയിരിക്കാം ഒരു ഫുൾ പെയിന്റിംഗ് ആയിട്ട് തോന്നുന്നത്? അയ്യോ ചേച്ചി, അതെല്ലാം പേഴ്സണലാണ്. പറയാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഓക്കെ, എന്നാ എനിക്ക് കുറച്ച് പാട്ട് പാടിത്തരൂ. ഞാനൊരു ഇത് വരാം. ഇതന്നെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം നമുക്ക്. ഒരു സമാധാനമായിട്ടിരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, ഇപ്പൊ ജനിച്ചു വളർന്ന വീട്, അതവിടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടായിരുന്ന വീട്ടിൽ എപ്പോഴും whenever you are there ഒരു ഇന്നത്തെ ദിവസം സന്തോഷമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലം ആ വീട്ടിലുണ്ടാകുന്നെങ്കിൽ ആ സമയത്ത് മനസ്സിൽ വന്നൊരു പാട്ട് ഏതായിരിക്കും? അമ്മ പാടുന്ന പാട്ടായിരുന്നു.
ഏതായാലും മതി. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ ഒത്തിരി പാടിയിട്ടുണ്ട് അമ്മ എനിക്ക്. വെരി ഗുഡ്. ഓണക്കാലാണല്ലോ, സെലിബ്രേഷൻ, ഒരു ക്രിസ്മസ്, ഓണം അല്ലെങ്കിൽ അങ്ങനത്തെ സെലിബ്രേഷൻസിൽ മനസ്സിൽ എപ്പോഴും വരാവുന്ന ഒരു പാട്ട് ഏതാ? ഓണത്തിനോ? ഇപ്പൊ ഷാന്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ഷാനോടും പറഞ്ഞു, അത് അവന് കിട്ടിയ ഒരു ബ്ലെസ്സിംഗ് ആണ്. തിരുവാവണിരാവ്, ഐ ലൈക്ക് ദാറ്റ് സോങ്. പിന്നെ എൻ്റെ ഒരു പാട്ടുണ്ട്, അതും കൈൻഡ് ഓഫ് ഓണങ്ങളിൽ കളിക്കാൻ, മറ്റേ കണ്ണാടി മാനത്തമാനമാട. കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് മാവേലി കുമ്പത്തായിരുന്നു. ഐ മിസ് ദാറ്റ് സോ മച്ച്. എന്ത് രസമായിരുന്നു. അയ്യോ, അത് നാദിക്കയോട് ഞാൻ പറയും, എന്തൊരു ഭയങ്കര അതാണ് മനസ്സിന് പാകപ്പെടുത്താൻ. അതായത് പറഞ്ഞല്ലോ, കീപ് ഗോയിങ്, കീപ് ഡൂയിങ് മൂവീസ്, കീപ് ഡൂയിങ് സോങ്സ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ മനസ്സിനെ പാകപ്പെടുത്താനായിട്ടുള്ളൊരു പാട്ട് ഏതായിരിക്കണം? ഇലാക്കായിരുന്നതിലൂടെ എന്തോ ഒരു സ്പെഷ്യൽ, മേ ബി എന്താണെന്നറിയില്ല. പിന്നെ എനിക്ക് റഹ്മാൻ സാറിന്റെ പഴയ എൻ്റെ ആ കാലഘട്ടത്തിൽ, എൻ്റെ ഒരു 90s കാലഘട്ടത്തിലുള്ള ഐ ലൈക്ക് ടു ഗോ ബാക്ക് ദർ. അത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ടൊരു ട്രാൻസ്പോർട്ടേഷൻ കിട്ടും. പിന്നെ വിദ്യാസാഗറിന്റെ സോങ്സ് ഒക്കെ ചിലപ്പോൾ അതായിരിക്കും. ഫൈൻഡ് സം സെൽഫ് ഹെൽപ്പ് പരിപാടികളാണ് കൂടുതലും. ഒരു മെഡിറ്റേഷൻ ആയിരിക്കാം. എനിക്കിപ്പം ലൈക്ക് എനിക്ക് റൺ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓടുമ്പോ ഞാൻ അത് സ്പെസിഫിക് അല്ല ചേച്ചി, ഐ ഹാവ് പ്ലേലിസ്റ്റ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ സോങ്സിന്റെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അത് കേൾക്കും. അല്ലെങ്കിൽ പോഡ്കാസ്റ്റ്, എസ്പെഷ്യലി കാൽ ന്യൂപോർട്ടിന്റെ ഈ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. പുള്ളിയുടെ പോഡ്കാസ്റ്റിലാണ് ഞാനിപ്പോൾ ആക്ച്വലി കൂടുതലും രാവിലെ ചെല്ലുമ്പോൾ. അതായത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൊക്രാസ്റ്റിനേഷൻ, നോട്ട് ഏബിൾ ടു കറക്റ്റ്ലി മാനേജ് മൈ ഡേ പ്രോപ്പർലി, ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. അപ്പം ഞാൻ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ഈ കാൽ ന്യൂപോർട്ടിന്റെ കുറച്ച് ടെക്നിക്സ് ഉണ്ട്, ഹൗ യു ക്യാൻ ബി നോട്ട് അഡിക്റ്റഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്. കാരണം നമ്മളെല്ലാം ഇവരുടെ ടാർഗറ്റ്സ് ആണല്ലോ, ഈ ഫേസ്ബുക്കും ഗൂഗിളും. ദേ ജസ്റ്റ് വാണ്ട് us, നമ്മളെല്ലാം ഡേറ്റ, ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ദാറ്റ് പ്രോബ്ലം എന്നുള്ളതിന്റെ കുറെ ടെക്നിക്സ് പുള്ളി പറഞ്ഞിരുന്നു. ഐ ലിസൺ ടു ദാറ്റ്. ഇറ്റ്സ് വെരി ഹാർഡ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ് ബിക്കോസ് വി ആർ ലിറ്ററലി ഇൻ എ സോർട്ട് ഓഫ് ആൻ അഡിക്റ്റീവ് വേൾഡ് ആണല്ലോ നമ്മൾ. ആൻഡ് ദാറ്റ്സ് ടേക്കിംഗ് എ ലോട്ട് ഓഫ് അവർ ക്രിയേറ്റീവ് ടൈം ഓഫ്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്കറിയാം ഒരുപാട് വിശേഷങ്ങളൊക്കെ ആക്കിയിട്ട് പോകണം. ഇനി നമ്മൾ അടുത്തത് എപ്പോഴാണ്? എന്തായാലും ഇപ്പോൾ താങ്ക് യു സോ മച്ച്. കാരണം പണ്ടൊരു ഇന്റർവ്യൂ ചെയ്തിട്ട് അദ്ദേഹത്തിന് നമ്മളോട് തീരുമാനിച്ചു അതൊന്നും ചെയ്യണ്ട, കറക്റ്റ്. പക്ഷെ നന്നായില്ലേ? എന്തോരം നമുക്ക് സംസാരിക്കാണ്ടായിരുന്നു. അതാണ്. You know, I love your interviews from a very young age. And I am honored, ചേച്ചി എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. No, really, I'm truly honored that I get to talk to you and and tell a big hi to your son. Hello. ഞാൻ പറയാം. അത് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മിന്നൽ വിളക്ക് കേൾപ്പിച്ചു തരുമോ? പാടാലോ. കണ്ണോടു കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തനങ്ങളുടെ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാൻ എത്തുകില്ല മാരിവില്ലാണു നീ. സോ ഗുഡ്. പറഞ്ഞ മാതിരി ലിറിക്സും ട്യൂണും, ഇറ്റ് ഇസ് ലൈക്ക്, ഇത് സത്യം പറഞ്ഞാൽ 2025 അല്ല, ഒരുപാട് കാലം ഈ പാട്ട് വളരെ എന്റെ ആഗ്രഹം ചേച്ചി, ഒരു 10 പാട്ട് ആൾക്കാർക്ക് നിത്യമായി കേൾക്കാൻ പറ്റുന്ന 10 സോങ്സ് ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇനി ഞാൻ അടുത്ത പ്രാവശ്യം എപ്പോഴായിരിക്കും കാണേണ്ടി വരിക? ഉടനെ ഉണ്ടാവട്ടെ ചേച്ചി. ഐ എം ഗെയിം.